നാശിമ ഡീ ഈ വർഷത്തെ അവസാനത്തെ ചക്കയാണ് കേട്ടോ. കഴിഞ്ഞ പഴുത്ത ചക്ക അപ്പുറത്തെ രാമേട്ടന്റെ വീട്ടിൽ നിന്ന് വന്നാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ചക്കയൊന്നും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല ചക്ക മാങ്ങയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചക്ക മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടലുണ്ട് കേട്ടോ. ഇതിപ്പോ അപ്പുറത്ത് കിട്ടിയാണ് കഴിഞ്ഞിട്ട് അവരുടെ ചക്കമ്മല ചക്കയും കഴിഞ്ഞ അവസാനത്തതാണ് കേട്ടോ. അവരുടെ പ്ലാവുമ്മല ചക്കയും കഴിഞ്ഞേ. അപ്പൊ ഇൻഷാല്ലാ ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ വരാൻ പറ്റിയാലേ ചക്ക തിന്നാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതാ ഇത് അതിന്റെ പിറ്റത്തോളോ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. മാങ്ങയ്ക്കാണെങ്കിൽ നമുക്ക് ഇവിടുന്നാണ്ട് കൊടുത്തേക്കാം. ചക്ക കൊടുത്തേക്കലും പതിവില്ലല്ലോ. ഉണ്ട് കേട്ടോ. പക്ഷെ ഇത്ര പഴുത്ത ചക്ക നല്ലപോലെ കിട്ടാൻ എന്താ പറയുക കൊടുത്തയച്ചാലും ശരിക്കും പോലെ കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ ഈ വർഷത്തെ അവസാനത്തെ ചക്ക കൂട്ടാനും അവിടെ കുക്കറിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ എന്താ പറയുക ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടുന്ന ഓരോ സാധനങ്ങളുണ്ടല്ലോ. അതൊന്നും ഇന്നത്തെ ജനറേഷന് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ലൈഫിൽ അങ്ങനെയല്ല. ഇപ്പം ബിരിയാണി ആണെങ്കിലും ബീഫ് ചിക്കനൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴേ കിട്ടുള്ളൂ. പെരുന്നാളൊക്കെ വരണം നമുക്കത് കിട്ടണമെങ്കിൽ അല്ല. നല്ല ബിരിയാണി കിട്ടണമെങ്കിൽ നല്ല ഇറച്ചി പത്തിരിക്ക് കിട്ടണമെങ്കിൽ പെരുന്നാൾ വരണം. ഇപ്പോഴത്തെ ജനറേഷൻ അതിനൊന്നും ആവശ്യമില്ലല്ലോ. അടുത്ത ആഴ്ച പെരുന്നാളാണ്. എന്ത് പെരുന്നാൾ? ഡ്രസ്സ് എടുത്തു അത് കഴിഞ്ഞു. കാരണം എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ ബിരിയാണിയും ബീഫൊക്കെ വീട്ടിലുണ്ടാവുകൊണ്ടേ അതിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒന്നും ഇന്നത്തെ ജനറേഷൻ ആൾക്കാർ കൊടുക്കുന്നില്ല. എന്തായാലും ഈ ചക്കക്ക് അന്നും ഇന്നും ഒരേ ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചക്കത്തുനിന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി സീസണിൽ ചക്ക കിട്ടുമെന്ന് അറിയില്ല. കിട്ടിയ ആ വീഡിയോയുടെ കൊണ്ടും വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. ആച്ചി വേണമെങ്കിൽ തിന്നോ, ഇനി കിട്ടൂല കേട്ടോ. അത് കഴിഞ്ഞാൽ അവസാനത്തെ ബൈ.